നമസ്കാരം. ഇറാൻ വീണ്ടും ചെങ്കടൽ അടച്ചു. പശ്ചിമേഷ്യ വീണ്ടും പുകയുന്നു. അമേരിക്ക ഇറാൻ ചർച്ചകൾക്കിടെ പശ്ചിമേഷ്യ വീണ്ടും പുകയുകയാണ്. ട്രംപിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതാണ് ഇറാന്റെ താല്പര്യങ്ങൾക്ക് നല്ലതെന്ന ഭീഷണിയിൽ ഒരു കരാറിലെത്താൻ സാധിക്കുമെന്ന പ്രത്യാശയിലായിരുന്നു അമേരിക്ക. അമേരിക്ക ഇറാനുമേൽ ഏർപ്പെടുത്തിയ ഉപരോധം നീക്കിയില്ല എങ്കിൽ ചെങ്കടൽ അടയ്ക്കുമെന്ന് ഇറാൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ വെടിനിർത്തൽ നീട്ടുമെന്ന പ്രതീക്ഷകൾക്ക് വിരാമമിട്ട് വൈറ്റ് ഹൗസ് എത്തുന്നു. ഇറാനുമായിട്ടുള്ള താൽക്കാലികമായിട്ടുള്ള വെടിനിർത്തൽ നീട്ടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ് US പ്രസ് സെക്രട്ടറി ആയിട്ടുള്ള കരോലിൻ ലെവിറ്റ് വ്യക്തമാക്കുന്നത്. അതേസമയം അമേരിക്ക ഏർപ്പെടുത്തിയ നാവിക ഉപരോധം നീക്കിയില്ല എങ്കിൽ ചെങ്കടൽ അടച്ചുപൂട്ടുമെന്ന കടുത്ത ഭീഷണിയുമായിട്ട് ഇറാൻ രംഗത്തെത്തിയിരിക്കുന്നു. ചെങ്കടൽ ഏത് നിമിഷം വേണമെങ്കിലും ഇറാൻ അടച്ചുപൂട്ടുക തന്നെ ചെയ്യും. ട്രംപ് വെടിനിർത്തൽ നീട്ടാൻ ആലോചിക്കുന്നു എന്ന വാർത്തകൾ നിലവിൽ സത്യമല്ല എന്ന് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി അടക്കം പുറത്തു പറയുകയും ചെയ്തു. ട്രംപിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതാണ് ഇറാന്റെ താല്പര്യങ്ങൾക്ക് നല്ലത് എന്നും ഒരു കരാറിലെത്താൻ സാധിക്കുമെന്ന പ്രത്യാശയുണ്ട് എന്ന് അവർ പറയുന്നു. എന്നാൽ ഇറാൻ കടുത്ത നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയാണ്. തങ്ങളുടെ തുറമുഖങ്ങൾക്ക് മേലുള്ള US ഉപരോധം തുറന്നാൽ ചെങ്കടലിലൂടെയുള്ള ഒരു ചരക്ക് നീക്കവും അനുവദിക്കില്ല എന്നുള്ള ഇറാന്റെ ഈ ഖാത്തം അൽ അൻബിയ സെൻട്രൽ ഹെഡ്ക്വാർട്ടേഴ്സ് നൽകി കമാൻഡർ അലി അബ്ദുല്ലാഹി മുന്നറിയിപ്പ് നൽകുകയാണ്. അപ്പോൾ ഒമാൻ കടലിലൂടെയും പെർഷ്യൻ ഗൾഫിലൂടെയും ഒക്കെ ഒരു ഇറക്കുമതിയും കയറ്റുമതിയും അനുവദിക്കില്ല എന്നുള്ളതാണ് ഇറാന്റെ നിലപാട്. അപ്പോൾ ഹോർമൂസ് കടലിടുക്കിൽ ഉപരോധം ശക്തമാക്കിയതായി ഇമ്രാനിലേക്കുള്ള കടൽ വഴിയുള്ള വ്യാപാരം പൂർണ്ണമായിട്ടും തടഞ്ഞതായിട്ടും US സെൻട്രൽ കമാൻഡ് അറിയിക്കുകയും ചെയ്തു. വെറും 36 മണിക്കൂറിനുള്ളിൽ ഇറാന്റെ സാമ്പത്തിക വിനിമയങ്ങൾ സ്തംഭിപ്പിക്കുവാൻ കഴിഞ്ഞതായിട്ട് അഡ്മിറൽ ബ്രാഡ് കൂപ്പർ വ്യക്തമാക്കുന്നു. അപ്പോൾ ഇത് ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ വലിയ തോതിൽ ബാധിക്കുകയാണ്. ഉപരോധത്തിനിടയിലും തങ്ങളുടെ ഒരു സൂപ്പർ ടാങ്കർ അന്താരാഷ്ട്ര ജലപാതയിലൂടെ കടന്നുപോയതായിട്ട് ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. 2 ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ വഹിക്കാൻ ശേഷിയുള്ള ടാങ്കർ ട്രാക്കിംഗ് സംവിധാനങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് തന്നെയാണ് ഇതെന്നാണ് ഇറാന്റെ വാദം. അമേരിക്കയുടെ അവകാശവാദങ്ങളെയൊക്കെ വെല്ലുവിളിക്കുവാനാണ് ഇറാൻ ഇപ്പോൾ ഇതിലൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാൻ ആയുധങ്ങൾ നൽകുന്നതടക്കം ചൈനയാണ് എന്ന് ട്രംപ് നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു. 2024 ഇറാൻ രഹസ്യമായിട്ട് വാങ്ങിയ ചൈനീസ് ചാര ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചിട്ടാണ് US സൈനിക താവളങ്ങളെ ഇറാൻ ലക്ഷ്യം വെച്ചത് എന്ന് ഇവർ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഇതോടെ ചൈനയ്ക്കെതിരെയും US നിലപാട് കടുപ്പിച്ചേക്കും. അതേസമയം ഇസ്രായേലും ലബനനും തമ്മിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. ലബനൻ ഈ ചർച്ചകളെ ഫലപ്രദമെന്ന് വിശേഷിപ്പിച്ചപ്പോൾ ഇസ്രായേലും അമേരിക്കയും ലബനനും ഒരുപക്ഷത്താണ് എന്ന സൂചനകൾ ഇസ്രായേൽ നൽകുന്നുണ്ട്. മേഖലയിൽ സമാധാനം കൊണ്ടുവരുവാൻ ട്രംപ് നടത്തുന്ന നീക്കങ്ങൾക്ക് ഇതൊരു വലിയ മുൻതൂക്കം നൽകുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. യുദ്ധാവശ്യങ്ങൾക്കായിട്ട് ആയുധങ്ങൾ നിർമ്മിക്കുവാൻ മുൻനിര കാർ നിർമ്മാതാക്കളായിട്ടുള്ള ജനറൽ മോട്ടോഴ്സ്, ഫോർഡ് എന്നിവരുമായിട്ട് ട്രംപ് ഭരണകൂടം വലിയ ചർച്ചകൾ നടത്തിയിരിക്കുന്നു. അമേരിക്കൻ നിർമ്മാണശാലകളെ യുദ്ധസാമഗ്രികളായിട്ട് ഉപയോഗിക്കുന്ന പഴയ നിർമ്മാണ രീതിയിലേക്ക് ട്രംപിന്റെ പദ്ധതി എന്ന് വാൾ സ്ട്രീറ്റ് ജേണൽ അടക്കം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അർഗാച്ചി ചൈനീസ് വിദേശകാര്യമന്ത്രിയുമായിട്ട് നടത്തിയ ചർച്ചയിൽ അമേരിക്കയുടെ പ്രകോപനങ്ങൾ മേഖലയിൽ അപകടകരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ബ്രിട്ടനിലെ ചാൾസ് രാജാവ് ഈ മാസം US സന്ദർശിക്കാനിരിക്കെ അതിനു മുമ്പ് യുദ്ധം അവസാനിപ്പിക്കുവാൻ സാധ്യതയുണ്ടെന്ന് ട്രംപ് പ്രത്യാശ പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ ലോകം ഉറ്റുനോക്കുന്ന ഈ നയതന്ത്ര യുദ്ധത്തിൽ ഇറാന്റെ ഭീഷണികൾക്കും അമേരിക്കയുടെ ഉപരോധങ്ങൾക്കും ഇടയിൽ പശ്ചിമേഷ്യ വീണ്ടും കടുത്ത ആശങ്കയിലൂടെ കടന്നുപോകുന്നു. ഇറാൻ വീണ്ടും ചെങ്കടൽ അടച്ചുപൂട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു. പശ്ചിമേഷ്യ വീണ്ടും യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് എത്തുന്നു. അവിടെ യുദ്ധത്തിന് തൊട്ടു മുമ്പുള്ള ഒരു പുകച്ചിൽ നടക്കുകയാണ്. പശ്ചിമേഷ്യ വീണ്ടും രൂക്ഷമായ യുദ്ധത്തിലേക്ക് എത്തുന്നു എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്ത്.